വടകരയിൽ അപകടമുണ്ടാക്കി നിർത്താതെ പോയ വാഹനം 9 മാസത്തിന് ശേഷം കണ്ടെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 17-നായിരുന്നു വടകര ചോറോട് ഒരാളുടെ മരണത്തിനും 9 വയസ്സുകാരിയെ കോമയിലുമാക്കി അപകടമുണ്ടായത്. വാഹനമോടിച്ച പുറമേരി സ്വദേശി ഷജിൽ യുഎഇയിലാണ്. ഷെജീൽ എന്ന് പറയുന്ന ആ വണ്ടിയുടെ തന്നെ RC ഓണറായിട്ടുള്ള ഷെജീൽ ആണ് ഈ വണ്ടി ഓടിച്ചിരുന്നത് എന്നും അന്ന് വടകരയിൽ നിന്നും തലശ്ശേരിയിലേക്കുള്ള യാത്രയ്ക്കിടെ അശ്രദ്ധമായി പോയ ഒരു സമയത്ത് അപകടം സംഭവിച്ചതാണ് എന്നും എന്നാൽ അതിനെ തുടർന്ന് ഈ ഒരു അപകടം നടന്നു എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം വണ്ടി നിർത്താതെ പിന്നീട് മുന്നോട്ട് പോവുകയും പിടികൂടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വണ്ടിയിൽ ആവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻ നടത്തുകയായിരുന്നു ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വണ്ടി ഇടിച്ച കാറിനെ പോലീസ് ഇപ്പോൾ സീസ് ചെയ്തിട്ടുണ്ട്. അന്നേ ദിവസം വണ്ടി ഓടിച്ച ആള് ഇന്ന് ഇപ്പോൾ UAEയിലാണുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉടനെ തന്നെ പ്രതിയെ നാട്ടിൽ കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുണ്ട്. രാഹുൽ KV വിവരങ്ങൾ നൽകും. രാഹുൽ, ഫെബ്രുവരി 17-ന് ആണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതിൽ മുത്തശ്ശി മരിച്ചു, കുട്ടി ഇപ്പോഴും കോമയിൽ തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. 9 മാസമായി 9 മാസത്തിന് ശേഷം ഈ കസ്റ്റഡി എന്നുള്ളതിൽ ഈ കാലതാമസത്തെ പറ്റി എന്താണ് പറയുന്നത് പോലീസ്? ഏത് തരത്തിലാണ് ഇയാളിലേക്ക് എത്താനായത്? ഇയാൾ അപ്പോൾ നാട് വിട്ടു എന്നാണ്. അതെ, ഫെബ്രുവരി 17 രാത്രി ഒരു 8:15 കൂടിയാണ് ദേശീയപാതയിൽ ചോറോട് വെച്ച് ഈ അപകടം സംഭവിക്കുന്നത്. കുട്ടി 9 വയസ്സുകാരി ദൃഷാൻ അന്ന് മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടിയുടെ മുത്തശ്ശി ബേബി പിറ്റേ ദിവസം മരണപ്പെടുകയും ചെയ്തു. അന്ന് മുതൽ കുടുംബം കാത്തിരുന്നത് ഈ വാഹനം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്, വാഹനം ഓടിച്ചയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. ഇപ്പോഴേതായാലും അന്വേഷണത്തിൽ അത് സാധ്യമായിരിക്കുന്നു. KL 1846 എന്ന നമ്പറിലുള്ള വെള്ള സ്വിഫ്റ്റ് കാറാണ് ഈ അപകടമുണ്ടാക്കിയതെന്നതാണ് ആദ്യഘട്ടത്തിൽ പോലീസിന് ഒരു തെളിവായി സൂചനയായി ലഭിച്ചിരുന്നത്. ഇതൊരു വെളുത്ത വാഹനം മാത്രമായിരുന്നു എന്നതാണ്. അപ്പം തന്നെ ഈ അന്വേഷണത്തിലേറെ നിർണായകമായത് ഈ അപകടമുണ്ടാക്കിയ ഈ വാഹനം മറ്റൊരു മതിലിലിടിച്ച് അപകടം സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി കമ്പനിയിലേക്ക് പോയി എന്നതാണ്. അതാണ് അന്വേഷണത്തിൽ ഏറെ നിർണായകമായി വന്നിട്ടുള്ളത്. വാഹനം ഓടിച്ചത് പുറമേരി സ്വദേശി ഷജീലാണ്. ഇയാളും ഈ വടകര ഭാഗത്ത് നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്രയിലായിരുന്നു. കുടുംബാംഗങ്ങളൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അശ്രദ്ധമായി വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഈ അപകടം ഉണ്ടായി തൊട്ടടുത്ത മാസം തന്നെ, അതായത് മാർച്ചിൽ ഷജീൽ UAEയിലേക്ക് പോവുകയും ചെയ്തു എന്ന് പോലീസ് ഏതായാലും കണ്ടെത്തിയിട്ടുണ്ട്. UAEയിൽ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ഷജീൽ ജോലി ചെയ്യുന്നത്. അയാളെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ പോലീസ് ഏതായാലും ആരംഭിച്ചിട്ടുണ്ട്. ഈ അന്വേഷണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം മുട്ടാത്ത വാതിലുകൾ ഉണ്ടായിരുന്നില്ല. ദേശീയപാതയിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതുകൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങളൊന്നും ലഭ്യമായില്ല. അതുപോലെ വാഹനത്തിന്റെ നമ്പർ വ്യക്തമല്ല എന്നൊരു കാരണമാണ് പോലീസ് ആദ്യഘട്ടങ്ങളിലേക്ക് ചൂണ്ടിക്കാട്ടിയിരുന്നത്. പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ജില്ലാ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിച്ചത്. അങ്ങനെ 9 മാസങ്ങൾക്ക് ഇപ്പുറം വാഹനം കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് ഏറെ ആശ്വാസകരമായ ഒരു കാര്യമാണ് ആ കുടുംബത്തെ സംബന്ധിച്ച്. അതിനുള്ളൊരു സന്തോഷം കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. ഫോണിൽ വിളിച്ച് നമ്മൾ ആ കുടുംബത്തോട് ഈ കാര്യം അറിയിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. 19,000 വാഹനങ്ങൾ പരിശോധിച്ചതിനൊടുവിലാണ് ഈ ഒരു വാഹനം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നതുകൂടിയാണ്. ഒപ്പം മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപകടമുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി കമ്പനിയിലേക്ക് കൊണ്ടുപോയ അതൊക്കെയാണ് ഈ അന്വേഷണത്തിൽ ഏറെ നിർണായകമായിട്ടുള്ളത്. ഒപ്പം എടുത്തു പറയേണ്ട കാര്യം, ദൃഷാൻ ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെ തുടരുകയാണ്. കുട്ടി നാട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ്. 9 വയസ്സുകാരിയെയും മുത്തശ്ശിയെയും ഇടിച്ചിട്ട മുത്തശ്ശിയുടെ മരണം സംഭവിച്ചിരുന്നു. 9 വയസ്സുകാരി ഇപ്പോഴും കോമയിൽ കഴിയുകയാണ്. ആ വാഹനം അതാണ്. 9 മാസമായി 9 മാസത്തിന് ഇപ്പുറത്തേക്കാണ് പോലീസിന് ആ വാഹനം കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചത്. വണ്ടി ഓടിച്ചിരുന്ന പുറമേരി സ്വദേശി ഷജിൽ UAEയിലാണുള്ളത്. പ്രതിയെ ഉടൻ തന്നെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അത് ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യമാണ് പോലീസ് നേരത്തെ റൂറൽ SP വ്യക്തമാക്കിയത്. രാഹുൽ KV വിവരങ്ങൾ നൽകിയത്.